നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 2025 ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യം ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക, താല്പര്യപ്പെടുക. അപ്പോൾ അതിൻ്റേതായ നന്മ പ്രിയപ്പെട്ടവർക്കുണ്ടാകും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. 2025 ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ സമൃദ്ധി ലോട്ടറി നറുക്കെടുക്കുന്ന ദിവസമാണ്. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണല്ലോ നറുക്കെടുപ്പ് നടക്കുക. ഈ ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 1:53 ചന്ദ്രൻ വൃശ്ചികൻ രാശിയിലേക്ക് രാശിപ്പാർച്ച നടത്തുന്ന സമയം കൂടിയാണ്. അപ്പോൾ ലോട്ടറി നറുക്കെടുക്കുന്ന സമയം 3 മണി. 1:53 ചന്ദ്രൻ വൃശ്ചികൻ രാശിയിലേക്ക് കടക്കുന്നു. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യത ഞാൻ പറയാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ശ്രദ്ധയോടുകൂടി കേൾക്കുക. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ്. ചന്ദ്രൻ വൃശ്ചികക്കുറിൽ നിൽക്കുന്നവർക്ക് നല്ലതാണ്. കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൊരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ്. തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മീനക്കുറിൽപ്പെട്ട പൂരുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. അപ്പോൾ 50 രൂപ അടുത്ത സമൃദ്ധി ലോട്ടറി ടിക്കറ്റിൻ്റെ ലോട്ടറിയുടെ ഒരു ടിക്കറ്റ് 50 രൂപ അടുത്ത് എടുത്തു കഴിഞ്ഞ് ഭാഗ്യം പരീക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഭാഗ്യദേവത കടാക്ഷിച്ചാൽ 50 രൂപ മുടക്കിയാൽ 5000 കിട്ടിയെന്ന് വരും. അതുകൊണ്ട് മീനക്കുറുകാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നൊരു ദിവസമാണ്. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാൻ അനുകൂലമായ ദിവസമാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതംകാല്, പൂയം, ആയില്യം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ്. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാൻ അനുകൂലമായ ദിവസമാണ്. തുലാക്കുറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്ന ദിവസമാണ്. എല്ലാം പരീക്ഷണമാണ്. ഭാഗ്യപരീക്ഷണം, ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഇങ്ങനെ പരീക്ഷണത്തിൽ കൂടിയാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത്. ചിലപ്പോൾ നമുക്ക് വിജയം ഉണ്ടാകും, ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടും. ചിലപ്പോൾ ചില ദിവസം നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായിരിക്കും, ചിലപ്പോൾ ജീവിതത്തിൽ ദുഃഖമായിരിക്കും, സന്താപമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മനുഷ്യ ജീവിതം. ചിലപ്പോൾ ഇത് രണ്ടും കൂടി വരാം. ഉച്ചവരെ സന്തോഷമായിരിക്കും, ഉച്ച കഴിഞ്ഞ് സന്താപമായിരിക്കും. ഉച്ചവരെ നേട്ടമാണ്, ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പെട്ടെന്നൊരു ജോലി ചെയ്ത് കുറച്ച് പെട്ടെന്ന് പൈസ കിട്ടും. ഉച്ച കഴിഞ്ഞാൽ അതെല്ലാം കൊണ്ട് നമ്മൾ നശിപ്പിച്ച് കളയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യ ജീവിതം പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഭാഗ്യം പരീക്ഷിച്ച് ജീവിക്കുക. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ലോട്ടറി ടിക്കറ്റാണ്. 50 രൂപ കൊടുത്ത് നമ്മളൊരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ഒരുപക്ഷെ നമുക്ക് ഇനി അടിച്ചില്ലെങ്കിലും വിഷമിക്കേണ്ട. നമ്മൾ സമൂഹത്തിന് വേണ്ടി ഒരു നന്മ ചെയ്തു. ഒരു ലോട്ടറി വിൽക്കുന്ന തൊഴിലാളിക്ക് ഒരു ജീവിതമാർഗ്ഗം നമ്മളാലുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള കുറേ നന്മകളും ഇതിനകത്തുണ്ട്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി 50 രൂപ കൊടുത്തൊരു ടിക്കറ്റേ എടുക്കാവുള്ളൂ. ഒത്തിരി ടിക്കറ്റൊന്നും ഭാരി വലിച്ചെടുക്കരുത്. സമയദോഷം കൊണ്ട് മനസ്സ് പറയും 10 എടുക്ക്, 15 എടുക്ക്, 20 എടുക്കെന്നൊക്കെ പറയും. എടുക്കരുത്. ഒരെണ്ണം എടുത്ത് പരീക്ഷിച്ച് നോക്കുക. പോയാൽ 50 രൂപയെ പോവുള്ളൂ. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിന്തിക്കുക. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ നാളുകാരൊക്കെ മാത്രമേ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവൂ. പിന്നെ മറ്റു നാളുകാർ, മേടക്കുറുകാർ, അതുപോലെ തന്നെ മിഥുനക്കുറുകാർ, ധനുക്കുറുകാർ, കന്നിക്കുറുകാർ, ഇവർക്കൊക്കെ ദശാകാലം നല്ലതാണ്. കന്നിക്കുറുകാർക്കൊക്കെ കണ്ടകശനിയാണ്, ധനുക്കുറുകാർക്കും കണ്ടകശനിയാണ്, മിഥുനക്കുറുകാർക്കും കണ്ടകശനിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരൊന്നും പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് കളയരുത്. ഒരു ടിക്കറ്റ് കൂടുതലൊന്നും എടുക്കരുത്. ദശാകാലമൊക്കെ നല്ലതാണെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഇനിയും ചെയ്യേണ്ടത്, ധാരാളം നമ്പറുകൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു നമ്പർ സെലക്ട് ചെയ്ത് എഴുതിയെടുത്തുകൊണ്ട് പോകുക. അപ്പോൾ ആ നമ്പർ വെച്ച് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഈ എഴുതിയെടുത്തുകൊണ്ട് പോകുന്ന നമ്പറിൽ ഒരു ലോട്ടറി ടിക്കറ്റ് കിട്ടിയാൽ ചിലപ്പോൾ അതിനൊരു സമ്മാനം കിട്ടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഭാഗ്യദേവതയുടെ ഒരു തെരഞ്ഞെടുപ്പ് വേണമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു നമ്പർ ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ, കടാക്ഷിച്ചാൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കൂടി സമ്മാനം ലഭിക്കും. പലർക്കും ലഭിക്കുന്നുണ്ട്. ഒരുപാട് പേരെന്നെ വിളിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് യാതൊരുവിധ നേട്ടവുമില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നത്, ഒരുപാട് പേര് കടബാധകൾ കൂടി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുക. പണം കൊടുത്ത് സഹായിക്കാൻ നിർവാഹമില്ല. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്നൊരു നമ്പറൊക്കെ എഴുതിയെടുത്ത്, ഇഷ്ടപ്പെട്ട നമ്പർ ചിലപ്പോൾ ഒരക്കത്തിനായിരിക്കും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് വിഷമിക്കരുത്. ഒരുപാട് ടിക്കറ്റ് എടുക്കുന്നവർക്ക് അപ്രകാരമൊക്കെ നഷ്ടം വലുതായിട്ട് വരും. അങ്ങനെ ഒത്തിരി ടിക്കറ്റൊന്നും എടുക്കരുത്. ഒരു ടിക്കറ്റ് എടുക്കാവുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് ഒരു ലോട്ടറി മാത്രമല്ലല്ലോ, എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ. അപ്പോൾ അതൊക്കെ നോക്കി ആലോചിച്ച് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക. ഇവിടെ സ്ക്രീനിൽ
അവസാനത്തെ 2 അക്ക നമ്പറുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ നിന്നൊരു നമ്പർ സെലക്ട് ചെയ്തുകൊണ്ട് പോയി എഴുതിയെടുക്കുക. ഇവിടെ ഒരുപാട് നമ്പറുണ്ട്. അതിൽ നിന്ന് ഒരു ദിവസം ഒരു നമ്പർ സെലക്ട് ചെയ്ത് അടിച്ചില്ലെങ്കിലും വിഷമിക്കേണ്ട, അടുത്ത ദിവസം മറ്റൊരു നമ്പർ സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോവുക. തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം കിട്ടും. ഒരു ദിവസം അടിക്കാതിരിക്കത്തില്ല, ലോട്ടറി ഭാഗ്യം ലഭിക്കാതിരിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ സ്ക്രീനിൽ നോക്കി ഇഷ്ടപ്പെട്ട നമ്പറൊക്കെ നോക്കി സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകുക. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം നടത്തുക. പിന്നെ ഇതൊന്നും നടന്നില്ല എങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ 4 അക്ക സംഖ്യകളും 6 അക്ക സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ സംഖ്യാശാസ്ത്രപ്രകാരം, ഇതിൻ്റെ ബേസ് സംഖ്യാശാസ്ത്രമാണ്, സംഖ്യാശാസ്ത്രപ്രകാരമാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ സംഖ്യാശാസ്ത്രപ്രകാരം ഈ 4 അക്ക സംഖ്യകളും 6 അക്ക സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ 1 വരിക, അല്ലെ 2 വരിക, 3 വരിക, 5 വരിക, 6 വരിക, 9 വരിക. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യ കൂട്ടി വരുമ്പോൾ കിട്ടുന്ന ലോട്ടറി ടിക്കറ്റ് നോക്കി എടുക്കുക. ഈ നമ്മൾ എഴുതിയെടുത്തുകൊണ്ട് പോയാലും ആ ടിക്കറ്റ് കിട്ടണമെന്നില്ല, 4 അക്ക നമ്പറുകൾ എഴുതിയെടുത്തുകൊണ്ട് പോയാലും കിട്ടണമെന്നില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ കിട്ടാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ശ്രമം നടത്തുക. നന്ദി, നമസ്കാരം.